ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഓഫ് ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മതി, മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ്റെ ഓഫ് ഡേയുടെ തലേ ദിവസം ബെഡ്ഷീറ്റ് മാറ്റണം, അതുകൊണ്ട് അങ്ങ് മുറ പോലെ അത് നടന്നോളും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബെഡും സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് വിരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 2 മണിയായി, ഉച്ചയ്ക്കായി. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ വിശക്കണുണ്ട്, പക്ഷെ നമുക്ക് ചോറും കറി ഇരിക്കേണ്ട. പക്ഷെ അത് രാത്രിയിലത്തേക്ക് കണക്കാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലംസ്, നമുക്ക് ഓഫറിന് കുറച്ച് അധികം പ്ലംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തു കുറച്ച് അതെടുത്തിട്ട് വിശപ്പ് മാറ്റാമെന്ന്. വെളിയിൽ നല്ല ചൂടാണ് കേട്ടോ. ഇവിടുത്തെ ചൂട് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഭയങ്കര ഇതൊന്നും തുറക്കില്ലേ ഞാൻ, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലംസൊക്കെ കഴിക്കാം. പിന്നെ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്താ വെച്ചാലുണ്ടല്ലോ, അത് എത്ര പേർക്ക് യൂസ്ഫുൾ ആകും എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു പരിധി വരെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് മന്ത്ലി പ്ലാനിങ്സ്, ബഡ്ജറ്റ് പ്ലാനിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എന്തായാലേ ഞാൻ ആദ്യം പ്ലംസ് കുറച്ച് എടുത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാനത് വോയിസ് ഓവറേ കൊടുക്കണ്ടാവുള്ളൂ. വോയിസ് ഓവർ കൊടുത്താൽ പോരെ, അതല്ലേ കുറച്ചും കൂടെ നല്ലത്. സൈഡിൽ കൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, കൂട്ടത്തിൽ ആ കുറച്ച് സംഭവങ്ങൾ കൂടെ കാണിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ പൈസയൊക്കെ ചിലവ് കുറയ്ക്കാനും അതൊക്കെ കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരു മാസത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഞാൻ എൻ്റെ അപ്പൻ്റെ ഡയറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇന്ന സാധനത്തിന് ഇത്ര രൂപയായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ആക്കുന്ന ഡയറി എൻ്റെ അപ്പൻ തന്നതാണ്. അപ്പോൾ ഞാൻ അതിലാണ് നമ്മളുടെ മന്ത്ലി വരവ് ചെലവ് കണക്കുകൾ ഞാൻ എഴുതി വെക്കുന്നത് കേട്ടോ. ഞാനൊരു 6 മാസമായിട്ടുള്ളൂ ഈ ഒരു സംഭവം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇൻകം കഴിയുമ്പം ആ ഒരു ഡേ മുതലാണ് ഞാൻ ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ നമ്മൾക്ക് എന്തൊക്കെ ഐറ്റംസിനാണ് പൈസ ചിലവാകുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഞാൻ എഴുതി വെക്കാറുണ്ട്. അതിപ്പോൾ 1 ദിർഹംസാണ്, 1 ദിർഹംസിന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ പോലും ഞാനത് പ്രോപ്പറായിട്ട് എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ആഴ്ചയിൽ ഏട്ടൻ്റെ ഓഫിൻ്റെ തലേ ദിവസം ആഴ്ചയിൽ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. മാസം ലാസ്റ്റ് നമ്മൾ ഒന്ന് മൊത്തത്തിലിരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഞാൻ ഓരോ ആഴ്ചയിലും ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മളുണ്ടല്ലോ വരവ് ചെലവുകൾ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പ്രോപ്പർ ഒരു ട്രാക്ക് കിട്ടും. നമ്മൾ എവിടെയൊക്കെയാണ് പൈസ ചിലവായത്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾക്ക് മാസാവസാനം ആകുമ്പോൾ ഒരു അന്തവും കുന്തവും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലെ പൈസയൊക്കെ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ നമ്മൾ പൈസ ചിലവാക്കിയത്, ഇതൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഈ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ഒരു മാസം ഞാനിതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മാസം ലാസ്റ്റ് ആയി നോക്കിക്കഴിഞ്ഞപ്പം കയ്യിൽ പൈസയൊന്നുമില്ല, ഒക്കെ തീർന്നു. പക്ഷേ ഈ സാധനം എവിടേക്കാണ് പോയെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പം മാസം അവസാനം ഇരുന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെയാണ് ചിലവാക്കിയത്, ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ. ചില സമയത്തൊക്കെ നമ്മൾ ചിലവാക്കി കഴിഞ്ഞ് മാസം അവസാനം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആവശ്യമില്ലാതാണ് ആ സാധനം വാങ്ങിച്ചത്, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് അടുത്ത മാസം നമുക്ക് വേണ്ട. അങ്ങനെയൊക്കെ കുറേ നമ്മൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിലോട്ടേക്ക് വേണ്ടിയിട്ടൊരു മീൽ പ്ലാൻ ഇല്ലേ, അതൊന്ന് എഴുതി വെക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ അങ്ങ് തയ്യാറാക്കി വെക്കുക. അപ്പം നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വാങ്ങിക്കേണ്ടി വരണുള്ളൂ. ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം അടുക്കളയിൽ നിൽക്കുന്ന സമയത്തേക്കായിരിക്കും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പം പാത്രം തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറവാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. അപ്പോൾ ഒന്ന് ഓടിപ്പോയിട്ട് അത് എഴുതി വെക്കുക. ഞാനാണെങ്കിൽ ഈ മീൽ പ്ലാനും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ട്സിൽ ഞാനങ്ങനെ എഴുതി ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മീൽ പ്ലാൻ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുക.
അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വാങ്ങിക്കേണ്ടതെന്നുള്ളത് ആവശ്യമുണ്ടോയെന്ന് 1000 വട്ടം ചിന്തിക്കണം കേട്ടോ. എന്നിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ കടയിൽ പോവുക. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഇങ്ങനെ ലിസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാനിങ്ങനെ മീൽ പ്ലാൻ ചെയ്ത് പോയാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ആ ഒരു സാധനം ഉണ്ടാവില്ല എന്ന്. പക്ഷേ എങ്കിൽ കൂടെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ അവിടെ അന്ന് പറഞ്ഞ പോലെ ഒരു ചൊരക്ക ഉണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ വയ്ക്കും ഈ ചൊരക്ക ഞാൻ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസത്തേക്ക് സാധനം നിൽക്കും. അപ്പോൾ ഞാൻ ഓക്കെ മൺഡേ ട്യൂസ്ഡേ അപ്പോൾ നമുക്ക് ആ കറിയായി, ഇനിയിപ്പോൾ ബുധനാഴ്ചയിലേക്ക് എനിക്ക് കറി മതി. അപ്പോൾ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ കറിക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണെങ്കിൽ അതിനെന്താ വേണ്ടേ ആ ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ. അല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പോവാറില്ല. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് എഴുതി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കടയിൽ പോവുക. നിങ്ങളുടെ സമയവും ലാഭിക്കാൻ പറ്റും, അതേപോലെ പൈസ ലാഭിക്കാൻ പറ്റും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയും വരില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1 ക്യാരറ്റ് അല്ലെങ്കിൽ 2 ക്യാരറ്റൊക്കെ ആയിരിക്കും ആവശ്യം ഉണ്ടാവുക കേട്ടോ. അതെടുക്കണതിൽ ഒരു മടിയും വിചാരിക്കേണ്ട, കാരണം നമ്മുടെ പൈസ അതേപോലെ തന്നെ 2 ക്യാരറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് 1/2 കിലോ ക്യാരറ്റ് മേടിച്ചിട്ട് ബാക്കി കാട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 1 ക്യാരറ്റ് എടുത്ത് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണതിൽ നാണം വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ഇവിടെയൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഓഫറുകൾ ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വല്ല അരിയോ അല്ലെങ്കിൽ പഞ്ചസാര, പിന്നെ നമ്മളുടെ മറ്റ് കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ ആഴ്ചയിലും ഓഫറുകൾ ഇവിടെയൊക്കെ ഇടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഓഫറുകളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഐറ്റംസ് കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് പൈസയും കുറവായിരിക്കും. പിന്നെ പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു മെയിൻ വില്ലനാണ് നമ്മൾ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ആദ്യത്തെ ഒരു മാസം നമ്മളിങ്ങനെ ഇല്ലേ, നമ്മളുടെ ഈ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവായിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനായിരുന്നു. അതുവരെ നമ്മളത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് റവേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കിയിട്ടുള്ളത് ഔട്ട് സൈഡ് ഫുഡിനാണെന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. എന്ന് കരുതി ഒരിക്കലും കഴിക്കണ്ടെന്നല്ല കേട്ടോ, നമുക്ക് ആഗ്രഹം വരുമ്പോൾ വല്ലപ്പോഴും കഴിക്കുക. ഈ ഔട്ട് സൈഡ് ഫുഡ് കഴിക്കുന്നത് നമ്മളുടെ പൈസയും പോക്കാണ്, ആരോഗ്യവും പോക്കാണ്. പിന്നെ നമ്മൾ എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടിക്കഴിയുമ്പം നമ്മൾ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സേവിങ്സിൻ്റെ എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് മാറ്റി വെച്ചിട്ട് അതിന് ശേഷമുള്ള പൈസ മാത്രം നമ്മൾ ചിലവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ചിലവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന പൈസ സേവ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സേവിങ്സിന് വേണ്ടിയിട്ടുള്ള പൈസ മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ചിലവാക്കുക. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ജോലി കിട്ടിയ സമയത്തുണ്ടല്ലോ, 24 മാസത്തേക്ക് വേണ്ടിയിട്ട് ഞാനൊരു RD ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നാട്ടിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. അവിടെ ഞാൻ RD ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും 3-ാം തീയതി ആകുമ്പോഴത്തേക്കും പൈസ കട്ടാവുമായിരുന്നു. അപ്പോൾ ഞാനൊന്നും പറയണ്ട, എല്ലാ മാസം ആകുമ്പം അക്കൗണ്ടിൽ നിന്ന് ആ പൈസ സെറ്റായി ഇങ്ങനെ കട്ടായിക്കോളും. 24 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ കയ്യിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ സേവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സേവ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ. ഞാനടക്കം എൻ്റെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോബിയാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ കാട്ടിലിട്ട് എടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാനിങ്ങനെ കാട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഇടുമെങ്കിലും മിക്കപ്പോഴും ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ സാധനം വാങ്ങിക്കേണ്ടാവുക. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ കാട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടു എന്ന് വിചാരിക്കുക, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കാട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഞാൻ ചിന്തിക്കും, അയ്യേ ഈ സാധനത്തിൻ്റെ ആവശ്യം എനിക്കുണ്ടോ, അപ്പോൾ ഞാനത് കാട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പം വാങ്ങിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ വാങ്ങിക്കാണ്ട് കുറച്ച് ദിവസമൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ആ സാധനം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കണമെന്ന് തോന്നുമ്പോണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ, അതായത് ഇപ്പോഴത്തെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് 2-3 വട്ടം ചിന്തിച്ചോ. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ യോഗ മാറ്റൊക്കെ ഞങ്ങൾ മേടിച്ച്, സത്യം പറഞ്ഞാൽ അത് ഒരാഴ്ച എന്തോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഏതോ ഒരു ഡസ്റ്റ്ബിന്നിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഈ ഒരു ട്രാക്കിങ്ങും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ചിന്തിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക.
പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓർത്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ മറന്നു തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ നാട്ടിൽ വെച്ചിട്ടേ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വർഷമാണോ മാസമാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഏട്ടൻ പറഞ്ഞത് അതിൻ്റെ പൈസ പോകുന്നുണ്ട്, ഞാനിപ്പോഴാണ് ഓർക്കണേന്നുള്ളത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ യൂസ് ആക്കണുണ്ടായിരുന്നില്ല, കാരണം ഹോട്ട്സ്റ്റാർ നമ്മൾക്ക് ഇവിടെ UAE അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് യൂസ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പൈസ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാട്ടിൽ വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഇപ്പം എബ്രോഡ് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടോ, യൂസ് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കളയാട്ടോ. അല്ലെങ്കിൽ ചുമ്മാ സൈഡിൽ കൂടെ ആവശ്യമില്ലാതെ ആ പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയുന്നത്. എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രാക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പം ഞാൻ പറയാത്ത എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് അറിയുന്നത് ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മേ ബി അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് എനിക്ക് പറഞ്ഞു തരാം. പിന്നെ ഇത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അന്ന് നമ്മളുടെ ചുരക്ക് കറി വെച്ച് അതിൻ്റെ കറി ഇരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നാളത്തേക്ക് എന്താ പറയുക, ഒരാഴ്ചയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാനിരുന്ന് കണക്ക് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ സാധനങ്ങൾ നമുക്ക് കടയിൽ പോയിട്ട് കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഓഫ് ഡേയുടെ തലേന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം സിനിമയൊക്കെ കാണും. എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. അത് കഴിച്ചിട്ട് പിന്നെ ഓഫ് കോഴ്സ് ഒന്നില്ലെങ്കിൽ TV അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഉറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.